പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. സങ്കീർത്തനം, സാംസ് 67, 6 and 7. സങ്കീർത്തനം 67-ാം അധ്യായം, അതിന്റെ 6-7 വാക്യങ്ങൾ. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അസ്ഥികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. The earth has changed its increase. God our God shall bless us. God our God shall bless us. അടുത്ത പറഞ്ഞു, God shall bless us. God shall bless us. നമ്മളിന്ന് പ്രസംഗിക്കാൻ പോകുന്ന വിഷയം അനുഗ്രഹത്തെ കുറിച്ചാണ്. God's blessing. God's blessing. നമ്മൾ ഈ ബ്ലെസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ഒരു സന്തോഷമാണ്. യു ആർ ബ്ലെസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. God is going to bless you എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. വൈ? നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എല്ലാം ഭൗതിക അനുഗ്രഹങ്ങളാണ്. ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. See, if you read the word of God, God's only aim to bless you in your spiritual life. Praise the Lord. Why Jesus Christ came from heaven? Ephesians 1:3 എന്താ പറയുന്നത്? Ephesians 1:3 പറയുന്നു, God transferred all the spiritual blessings. അല്ലേ? സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. So Christ blessed us in what? With all spiritual blessings. English വായിച്ചേ. Blessed be the God and Father of our Lord Jesus Christ, who has blessed us in Christ. Blessed Father blessed us in Christ with every spiritual blessing. Every spiritual blessings in the heavenly palace. Hallelujah. Christ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ്. അതിന്റെ കൂടെ ലഭിക്കുന്ന ഒരു പാക്കേജ് ആണെന്ത്? ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. Praise the Lord. Praise the Lord. So very clearly, Lord has written through Holy Spirit, Christ came to earth to transfer spiritual blessings. Can I last week my brother sent me a video? A so-called pastor is telling, tomorrow our meeting is going to start. What is the meeting? Financial blessing meeting. And the financial blessing meeting. സാമ്പത്തിക അനുഗ്രഹത്തിന്റെ meeting. And he is telling that every child of God shall be blessed. It is the promise of God. So come tomorrow for the meeting, for the financial blessing meeting. For whom? Hallelujah. For the pastor. Praise the Lord. Hallelujah. So our God shall bless us. Our God will bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കും. So when we hear that God will bless us, we are very much happy. So he will bless you spiritually and he will bless you physically. But God's aim is to bless you spiritually. ആത്മീയമായി നമ്മെ അനുഗ്രഹിക്കാൻ പുത്രനെ അയച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ്. Praise the Lord. Hallelujah. പക്ഷെ നമ്മൾക്ക് എപ്പോഴും ഹ്യൂമൻ ബീയിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ yes, I know that God will bless me, but surely he will bless me. ആ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ആകുന്നുണ്ട്. എന്നാൽ ദൈവം അനുഗ്രഹിക്കുമോ? എന്ത് റീസൺ കൊണ്ട് ഞാൻ വിശ്വസിക്കണം ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന്? What is the reason I have to believe that God will bless me? അതിന്റെ ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ 1 Peter chapter 3:9 വായിക്കാമെങ്കിൽ, 1 Petrus 3:9 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, you have been called to be blessed. 1 Peter chapter 3. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാ?
അനുഗ്രഹം അനുഭവിക്കുവാൻ. God has called you to, Do not repay evil for evil or revealing for revealing, but on the contrary, bless, for to this you were called, that you may obtain a blessing. നിങ്ങളെ വിളിച്ചത് തന്നെ ദൈവത്തിന് അറിയാമോ? അനുഗ്രഹിക്കാൻ വേണ്ടി. Praise God. അപ്പൊ നമുക്കൊരു ഡൗട്ട് വേണ്ട. You don't keep any doubt in your heart, in your mind, whether I have been blessed. ദൈവം പറയുന്നു, നിന്നെ വിളിച്ചതേ അറിയാമോ? അനുഗ്രഹിക്കാൻ വേണ്ടി. You have been called to be blessed. Praise the Lord. അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും when we hear some testimony, we will also get inspired. Why? We are getting an example that somebody is blessed by God. ചില സാക്ഷികൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മീയ ഒരു പ്രചോദനം ഉണ്ടാകും. കാരണം ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞത് ഒരു സഹോദരിയിൽ ഒരു സഹോദരന്മേൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. So now we ask the question, okay, you called me for blessing. Can you show me an example? കർത്താവ് എനിക്ക് അതിനൊരു അടയാളം കാണണം. I want to see a sign, a real example. You are blessed. അപ്പോൾ ദൈവം പറഞ്ഞു, ബുക്ക് ഓഫ് Isaiah chapter 51:2, Isaiah 51-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കാം. പിതാവായ അബ്രഹാമിലേക്ക് പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ. If you want to see an example, look at Abraham and look at Sarah. You are asking for an example, right? I am blessed. I told you, you have been called for blessing. നിങ്ങളെ വിളിച്ചതേ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഇപ്പോൾ നിങ്ങൾ ചോദ്യം, കർത്താവേ ആരെയാണ് നീ അനുഗ്രഹിച്ചത്? അത് കാണണമെങ്കിൽ അബ്രഹാമിലേക്കും സാറയിലേക്കും നോക്കിയേ. എന്താ സംഭവിച്ചവിടെ? ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. I called him. അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് വായിക്കുന്നത്. Look to Abraham your father and to Sarah who bore you, for he was but one when I called him, that I might bless him and multiply him. I multiplied him. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഉത്തരമെങ്കിൽ I made an example for a person whom you have blessed. Look at Abraham. When I called him, he was the one alone. I called him, I blessed him. See, നമ്മുടെ ലൈഫിലെ പ്രത്യേകത ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും അവസാനിക്കുകയില്ല. അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് സാറിന് പ്രാർത്ഥിക്കുന്ന ഒരു പ്ലോട്ട് വാങ്ങി, കർത്താവേ ദിസ് പ്ലോട്ട് ഐ പ്രേഡ്, ഓക്കേ ഗോഡ് ഗീവ് മീ ദിസ് പ്ലോട്ട്. ആ പ്ലോട്ടിൽ കഴിയുമ്പോൾ നമ്മൾ അടുത്ത പ്രാർത്ഥന എന്താ? അതിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ട് കൂടെ. So question will never stop. I got this plot by prayer. God has given this plot. Now we are prayer man is the next plot which is there. I also want to buy that plot. So the question will never stop. God is telling, look at Abraham. That's a good example for you. So now the question here is saying, you blessed Abraham. So what is the relation between me and Abraham? Hallelujah. If Abraham is blessed, how I can make sure that I will be blessed? Abraham അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്ക് എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഒരേ ഓർക്കണം, when God is telling something, there's a reason behind it. There's a purpose behind it. Praise the Lord. When he pointed on Abraham, you can see a person whom I called and blessed. ഞാൻ വിളിച്ച് അനുഗ്രഹിക്കുന്നത് അബ്രഹാമിന് കാണാൻ കഴിയും. ദൈവം പറഞ്ഞ കാര്യങ്ങൾ പിന്നീടാണ് ദൈവം വെളിപ്പെടുത്തിയത്. You can read Galatians chapter 3:14. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളിൽ വിളയേണ്ടതിന് അബ്രഹാമിൽ പറഞ്ഞ അനുഗ്രഹം അബ്രഹാമിൽ നിൽക്കാതെ എന്നിൽ വരുമെന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സ്തോത്രം. Praise God.
The blessing that given to Abraham, it will never be Abraham. There's a purpose behind God blessed Abraham. So you know, Abraham അനുഗ്രഹിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അറിയാമോ? ജാതികളായ we were Gentiles. നമ്മൾ ജാതികളായിരുന്നു. അബ്രഹാമിനോട് അനുഗ്രഹം യോഗ്യതയിൽ വരെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. That blessing, I am part of a Gentile. I was a Gentile. The blessing of Abraham, it came from Abraham to me through Jesus Christ. Hallelujah. Stotram. Stotram. Believe, dear brothers and sisters, Lord want to bless you and He will bless you. Praise the Lord. നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും. Praise the Lord. Hallelujah. Stotram. See, Abraham blessing him all, when God was blessing Abraham, that moment itself, God is having a plan about you, that you will be blessed. You were not born. You are not in the world. Your parents were not born. Your grandfathers were not born. Still, God is having a plan when He was blessing Abraham. അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൽ നീയും ഞാനും ഉണ്ടായിരുന്നു. സ്തോത്രം. Why? He called out Abraham and told, if you can count the sand of the sea, if you can count the stars in the sky, that is the blessing you will receive. Hallelujah. That is the blessing, physical blessing, and the stars are the spiritual blessings. Hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. So now we have confidence. Yes, Lord. Today I believe. Today I believe. Even I face so many problems. We have many problems in my life. Even many times I lose my faith of everything. But today I believe, yes, God will bless me because I am called for the blessing and God has blessed Abraham. Surely through Christ, the blessing of Abraham will come to me. അബ്രഹാമിലെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ പറയുന്നത് വാഗ്ദത്ത വിഷയമാണ്. ഇംഗ്ലീഷ് വായിക്കാം 3:14. So that in Christ Jesus, In Christ Jesus, blessing of Abraham the blessing of Abraham might come to the Gentiles, will come to me, so that we might receive so that we might receive promised the favor. promise of God. It's a promise of God. If I bless Abraham, it's a promise to you. I will bless you. Praise the Lord. The blessing of Abraham already happened. That means the blessing of me and you is going to happen. Hallelujah. Praise the Lord. You will be spiritually blessed. You will be physically blessed. You will be blessed in all aspects of your life. എല്ലാ അർത്ഥത്തിലും നീ അനുഗ്രഹിക്കപ്പെട്ടവരായി. Praise the Lord. I believe. Yes. Today morning I believe God will bless me. But still again one question is coming. What is the question? Hallelujah. In Christ, Abraham is blessed. So what is the promise? Through Jesus Christ, the blessing of Abraham will come to me. But still I am not blessed. ശരിയല്ലേ? എന്താണ് വാഗ്ദത്തം? അബ്രഹാമിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ഇന്ന് ക്രിസ്തുവിലാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ എനിക്ക് വരേണ്ടതാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പോലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. Praise the Lord. Hallelujah. What is the problem? Where is the problem? God will never change His word. God will never change His promise. Amen. So the problem is the receiving end. ഞാനാണ് പ്രശ്നക്കാരൻ. Why? If you read Deuteronomy, ആവർത്തന പുസ്തകം അതിന്റെ 11 chapter 11, 26 and 27. ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും. നമ്മുടെ അനുഗ്രഹത്തെ കുറിച്ച് ശാപത്തെ കുറിച്ച് പറയണ്ട.
In English, please read. See, I am setting before you Ah. today a blessing and a curse. I have kept the blessing in front of you. What is the blessing? The blessing of Abraham, which came to you through Jesus Christ. I am keeping the blessing in front of you. So how I have received? I do. The blessing, if you obey the commandments If you obey the commandments of the Lord your God, of the Lord, which I command you today, which I command you today, and the curse, if you did and you will be blessed. If you blessing is in front of you, you have to obey the commandment of God, which I am commanding to you, then you will be blessed. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, യു ആർ ജോയിനിങ് എ കമ്പനി. ഞാൻ ഈ സ്വർഗീയം വിട്ട് താഴേക്ക് എന്ന് പറയാം. യു ആർ ജോയിനിങ് എ കമ്പനി. After some time, company is giving promotion to Mr. X, and company is not promoting or giving increment to me. That means we are hired, we have provided the salaries, we have provided the benefits, but the promotion comes when company believe that Mr. X is better than me, then the promotion goes to him. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. So here, there is a condition. You are hired, you are provided, you are guided, but you are not blessed because you should change your attitude towards God's commandments. ദൈവവചനത്തോടുള്ളതിന്റെ ദൈവ ശബ്ദത്തോടുള്ള നിന്റെ മനോഭാവത്തിന് വ്യത്യാസം വരുത്താം. You will be blessed. Blessing is ready. Abraham is blessed. Christ is ready to bless you. Change your spiritual attitude. Change your spiritual attitude. ആത്മീയമായ നിന്റെ അനുഭവങ്ങൾ മാറ്റുമ്പോൾ മാത്രമേ നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. Change your spiritual attitude. ദൈവത്തിന് സ്തോത്രം. ആ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അല്പസമയം പറയാൻ പോവുകയാണ്. വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 5, 1-3. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതാണ്. രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവരിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. Jesus entered the boat of Simon. പത്രോസിന്റെ പടകിൽ ആരുണ്ട്? യേശുവുണ്ട്. അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നാം വാക്യത്തെ വായിച്ചത്, തടാകത്തിന് കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടത്. To hear the word of God. So now just listen here. There is a boat of Simon. Christ is, the presence of Christ is there in the boat, and in the boat he is preaching the word of God. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് പോലെ യേശുവുണ്ട്, വചനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ പടം എന്താണ്? ശൂന്യമാണ്. We have a spiritual life. We are saying we are with Christ. We are with the word of God. Still, our boat is empty. എന്റെ പടം ശൂന്യമാണ്. വചനം വായിക്കുന്നുണ്ട്, എല്ലാം. Still my pocket is empty. Still my future life is empty. I am not able to rest. Hallelujah. Praise the Lord. And follow. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. Praise the Lord. After the preaching, Christ realized the truth. Simon Peter is trying maximum effort to catch fish throughout the night. But our ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്. Peter is a professional fisherman. നമ്മൾ കാണേണ്ട ഒരു കാര്യം, first thing we have to identify,
his hard work. What he's telling, throughout the night I was trying to fish. ഒരു രാത്രി മുഴുവൻ അവൻ എന്ത് ചെയ്തു? അധ്വാനിച്ചു. He is a man of hard work. Praise God. And കടലിനെ കുറിച്ച് പുള്ളിക്ക് നല്ല നോളജ് ഉണ്ട്. He is having great knowledge about the condition of the sea. And moreover, he is a great experienced fisherman. നല്ല അനുഭവ സമ്പത്തുള്ള ആരാണ്? ഒരു മീൻകാർപ്പിടുത്തക്കാരനാണ്. His hard work, his knowledge, his experience, everything was perfect, but he was not blessed. Praise God. There is a message to your brothers and sisters. Through your knowledge, experience, hard work, you cannot be blessed in your life. Hallelujah. You need a change in spiritual attitude. എന്താണ് പത്രോസ് പറഞ്ഞത്? And the final writing in English. And Simon answered, Master, we toiled all night, I tried all night took nothing, and took nothing. but at your word, I will let down the net. I will let down the net. What is the spiritual attitude? Keep the word of God first priority. The first priority. ദൈവത്തിന്റെ ശബ്ദം ഒന്നാം സ്ഥാനം നീ കൊടുക്കണം. സ്തോത്രം. Praise God. Praise the Lord. Keep the word of God as the first priority. സ്തോത്രം. അവൻ അധ്വാനിച്ച അതേ ഇടം, അവനിരുന്ന അതേ പടക്, അവൻ ഉപയോഗിച്ച അതേ മല, ഒന്നാം സ്ഥാനം ക്രിസ്തുവിന്റെ വചനത്തിന് കൊടുത്തപ്പോൾ അവന്റെ പടക് മാത്രമല്ല, അടുത്ത പടകം നിറഞ്ഞു. സ്തോത്രം. The same sea, same condition, same place, same net, and the same thing is there. But the moment he changes spiritual attitude, he will give your word first priority. Not only this boat, the next boat also was filled with fish. Hallelujah. Praise the Lord. The problem, I always used to say, our biggest enemy is our brain. Our biggest enemy is our brain in spiritual life. Praise the Lord. When God was telling Abraham, leave your place, leave your town, leave everything and go to the land. Abraham didn't ask anything. Immediately he started moving. നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരെ വീട് ഞാൻ കാണും ദേശത്തേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്തില്ല. He gave first priority to God's word. Hallelujah. That was the power of Abraham. പക്ഷെ പിശാച് അടങ്ങിയിരുന്നില്ല. Devil came through Sarah. See, you can have a promise. We'll have a child, but I'm aged now. I cannot bear child. Go to the another lady, Hagar. Can you read chapter 16:1, Genesis 16:1? അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായുടെ വാക്കനുസരിച്ചു. He obeyed the word of a worldly man, worldly person. Who was Abraham? He was called by God, covenanted by God. He was a promised child, and God is having great mission upon him. The moment the devil tried to manipulate his spiritual life through a wife or a worldly person, obeying the commandment of a worldly person. അമ്മയും ഭാര്യയും മക്കൾ പറയുന്നത് അനുസരിപ്പാനല്ല ദൈവത്തിനെ വിളിച്ചത്. ഫസ്റ്റ് പ്രയോറിറ്റി God's word. You shall not follow your brain. You have to follow God's commandment. സ്തോത്രം. നീ നിന്റെ ബുദ്ധി പോലെ തീരുന്നത് ഉപയോഗിക്കുന്നത്. Praise the Lord. Praise the Lord. നിന്റെ ബുദ്ധി നിനക്കെതിരാ, ലോകം നിനക്കെതിരാ. Everything is against you. But Peter is saying, Simon is saying, I tried all night and took nothing, but I believe
I want to change my attitude. And again, I am going to put my net down, keeping your word as a first priority. Hallelujah. Hallelujah. എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി വെക്കണം. Every moment you have to keep God's commandment first priority. Stotram. But as a believer, as a child of God, we will take some of the God's commandments, which is happy to me, and I will reject God's commandments, which is not making me happy. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കുക. I will go according to my brain. I will go according to my thoughts. I will go according to my will. Why you are not blessed? You are not committed perfectly to God, keeping God's commandment as the first priority. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവശബ്ദം അനുസരിച്ചവൻ ഇന്ന് വരെയും തകർന്നു പോയിട്ടില്ല. Praise God. You may lose everything. You may lose your money. You may lose your health. But if you keep God's commandment as first priority, you will never fail. God will never make you to fail. Amen. Hallelujah. Praise the Lord. Matthew 6:33 ഇങ്ങനെ വായിക്കുന്നു. ആദ്യം അവന്റെ രാജ്യവും നീതിയും ചെയ്യണം. Seek first the kingdom of God. Priority what? The kingdom. അതോടൊപ്പം you will be provided with all blessings. Hallelujah. Kingdom word, the first priority. സ്വർഗീയ ശബ്ദം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് Praise God. നീ മുന്നേറണമെങ്കിൽ എല്ലാം നിന്റെ ജീവിതത്തിൽ വന്നു ചേരും. Praise the Lord. Hallelujah. Hallelujah. First thing, keep God always in front of you. The first priority, Lord, any problem, any difficulties, any decision, pray to God, Lord, I need your guidance. I need your counsel. Tell I will obey. That's my first priority. First priority. Appa paraya, amma paraya. They will say so many things based on the situation, but God will tell you based on His will. Hallelujah. Stotram. Praise the Lord. Hallelujah. Keep God's word as the first priority. Devandra Stotram. Second attitude, what you want to change is go to John chapter 6 and 1 to 4 on white. യോഹന്നാൻ 6 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശു എലിയാസ് എന്ന ഗലീലക്കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയെ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. Jesus was preaching. Multitude came to him. Now he realized that they are without food. So he asked Philip, how we can feed these people. അതിന്റെ 7 എന്ന് വായിച്ചു. അവനോട് ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. Answer that, God, I have 200 KD with me. But people, almost 5,000, more than 10,000 people, child, multitude are there. How I can be? It is not possible because it's not sufficient. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 8 to 9 എന്ന് വായിച്ചു. ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്. അവന്റെ പക്കൽ 5 അപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. English 8 and 9. One of his disciples, Andrew, Simon Peter's brother, said to him, there is a boy here who has 5 barley loaves and 2 fish, but what are 5 loaves and 2 fishes? There's a boy sitting there. Read. But what are they for so many? Jesus said, have the people sit down. Now there was much grass in the place, so the man sat down. So, why is continue? About 5,000 in number. Jesus then took the loaves, and when he had given thanks,
he distributed them to those who were seated, so also the fish as much as they wanted. Praise the Lord. Now my question. എത്ര loaves ഉണ്ടായിരുന്നു? How many loaves? 5. എത്ര fish ഉണ്ടായിരുന്നു? 2 fishes. My question is, this is a question I asked God. Did Jesus took all loaves and all fish? Maybe that boy told, I will give 4 loaves and 1 fish. എനിക്ക് കഴിക്കാൻ വേണ്ടി. അങ്ങനെ question ഇല്ലേ? Did he give full? Are you sure? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? Anybody has that confidence? ഉറപ്പുണ്ടോ? Maybe he gave 3 or 4 and 1 fish. Jesus can multiply that, no problem. No need 5 and 2 fishes. The question is whether he has given the full loaves and fish. How many is that confidence that that boy has given? Eh? How we can ensure that? Okay, but that is your assumption. Really it happened. മുന്നേ കൊടുത്തു എവിടാ? അപ്പൊ 2 മീൻ്റെ അറിയോ? മീൻ്റെ അറിയാൻ പറഞ്ഞിട്ടില്ല. അപ്പത്തിന്ന് വന്ന് out of loaves ഒക്കെ agreed. He gave 5 loaves and 2 fish totally. എങ്ങനെ ഉറപ്പിക്കാം? Matthew 14:17. ബൈബിൾ വായിക്കണം. അത് ഞാൻ ദൈവം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പപ്പ അടിച്ചിട്ട് കണ്ടുപിടിച്ചത്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവൻ അവരോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇവിടെ കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിക്കുവാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും if anybody asks, you should tell the boy gave the full loaves and full fish. Praise the Lord. 2 മീനും കൊടുത്തു. Change your spiritual attitude. If God asks you something, give the maximum. Give the maximum. What's our attitude? Either we will not give or we will give the minimum. ശരിയാണോ? ഒന്നിനും ഞാൻ കൊടുക്കില്ല, അല്ലെങ്കിൽ മിനിമം. ഇവിടെ ചർച്ചിലാണെങ്കിൽ there is no compulsory for tithe, there is no compulsory for offering, so we are happy because there is no compulsory for any money, anything. So many will think, why should I give? Many will think, why will give the minimum? But the boy told, I will give the maximum what I have. എത്ര ബാസ്കറ്റ് എക്സ്ട്രാ വന്നത്? 12 basket is extra balance. What's the message to you? If you give your maximum, God will provide the maximum to you. Praise the Lord. Don't think church is asking for the money. I don't need anybody's money. Hallelujah. I am doing this service for free for my father. I am his beloved son. I am not a servant. I am not an employee. I am his son. Hallelujah. We are providing. Either we will not provide. അഞ്ചപ്പോൾ പോകാത്തടി പുലി കടി കയറ്റി വെച്ചിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. Either we will give 3 loaves and 1 fish because I want to eat. I need this. Especially Pentecost. I'm telling the truth. They have an attitude. We need. But you know the thing, the worst thing what happened to the world. The greatest miracle what happened to the world. John 3:16 gave only one son for your salvation. If you didn't take any of your son, only one son. എന്താ ദൈവത്തിന്റെ സാക്ഷ്യം? അവൻ നൽകി നമുക്കായൊരു പുത്രനെ. God, you are in nothing.
Praise the Lord. Praise the Lord. Hallelujah. When church is having more financial situation, I pray to God, Lord, there is no money. What I will do? I don't want to take any money from people. Lord, you forgive. Don't think about 10%. You give for the church. Amen. When you give, I will give you. I will give you more. I will give you more. I am giving you more. But give more for God's ministry. ഞാൻ കൊടുക്കുമ്പോഴും ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോഴും കർത്താവ് എനിക്ക് കൂട്ടിത്തരുവാൻ തുടങ്ങി. Why? Not to give you my money. You know that if I provide to him, he will give that money for God's ministry. Hallelujah. പണം മാത്രമല്ല, your time you provide minimum. Our church is the church where we are conducting meeting for 2.5 hours, not 2 hours 15 minutes. That 2 hours also we are not ready to attend. Hallelujah. For 1 day is the minimum call. Here we are ready to go and pray. For 5 minutes, you do it. See, I can take a step like this. This is the minimum. I can take a step like this, the maximum. Hallelujah. You are going maximum for God. Hallelujah. Hallelujah. When you say to give means you think about money, not only money. Give your time, give your house, give all the things to God, that will be maximum. Amen. If you give the maximum, God will provide you the maximum. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. 1 രാജാക്കന്മാർ 1 Kings chapter 17 അതിന്റെ 10 മുതൽ 10 to 12 ഒന്ന് വായിച്ചേ. 1 Kings chapter 17 10 to 12. സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ രണ്ടവർ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രം കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് പറഞ്ഞു. അതിന് അവൾ, ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ല, എനിക്കൊരു അപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടു ചെന്ന് എനിക്ക് മകന് വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ നിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. Praise the Lord. Now the prophet is telling to the widow, when you come back with water, give me. So he arose and went to Zarephath, and when he came to the gate of the city, behold, a widow was there, gathering sticks, and he called to her and said, bring me a little water in a vessel, that I may drink. And as she was going to bring it, he called to her and said, bring me a morsel of bread in your hand. Bring me a piece of bread in your hand. Now she is replying. What next verse? So she said. And she said, as the Lord your God lives, I have nothing baked, only a handful of flour in a jar, and a little oil in a jug. And now I am gathering a couple of sticks, that I may go in and prepare it for myself and my son, that we may eat and die. We will eat that bread and we will die. Why is the meaning of that? After eating this bread, there is nothing balanced for us to eat. We are going to eat and we are going to die. Praise the Lord. Praise the Lord. What is in her house, she revealed to the prophet. Amen. Then if you read 13, and Elijah said to her, do not fear. Go and do as you have said, but first make me a little cake of it. And she went and did as Elijah said, and she and he and her household ate for many days. Ate for many days. The jar of flour was not spent, neither did the jug of oil become empty,
according to the word of the Lord that he spoke by Elijah. Hallelujah. ദൈവനാമത്തിന് വേണ്ടി ശേഷിച്ചത് കൊടുത്തപ്പോൾ മരണം വരെ അവളുടെ കലത്തിലെ മാവോ അവളുടെ ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോയില്ല. She didn't say to the prophet, even we don't have to anything to eat, I cannot give. She gave what she had. She gave what she had. She gave the maximum. She gave the maximum. Praise God. Hallelujah. When you do something to God, do it maximum. Praise God. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. Whatever God is telling me, you have to clean the church, I will come and clean the church. Arrange everything, I will arrange. Do this, I will do it. For me, there is no shame for doing anything because I am thinking God is using me for many things. I am blessed. Hallelujah. And I will do it the maximum. I will never complain. I will never murmur. I will do it my full heart. I will do it maximum. Praise God. എനിക്ക് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് എത്ര കണ്ടുമ്പോ അതൊക്കെ എന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതിനുള്ള സന്തോഷത്തോടെ എന്നാൽ പരമാവധി ഞാൻ ചെയ്യും. സ്തോത്രം. അതാണ് കൃപയെന്ന് പറയുന്നത്. Either we will not do or we will do the minimum. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. Either we will do or we will do the minimum. Hallelujah. Do the maximum, God will do the maximum. Hallelujah. ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൂക്കോസ് 19:9. വേഗത്തിലാണ്. ലൂക്ക് ചാപ്റ്റർ 19:9. അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇംഗ്ലീഷ് 19:9. Jesus said to him, today salvation has come to this house. Today salvation has come to this house. Our house ആണ് house of Zacchaeus. സഖായിയുടെ ഭവനത്തിൽ എന്ത് വന്നു? രക്ഷ വന്നു. The family, the house of Zacchaeus was blessed. സ്തോത്രം. അവന്റെ ബ്ലെസ്സിങ്ങിന് ഏറ്റവും വലിയ റീസൺ. വാട്ട്സ് ദ റീസൺ ഫോർ ഹിസ് ബ്ലെസ്സിങ്? Zacchaeus was like one among us. നമ്മൾ ഒരാളെ പോലെയായിരുന്നു സക്കായി. Why? He is saying, if you read chapter 19:1, he was not an ordinary man. എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനുമായ സക്കായി എങ്ങനെയായിരുന്നു? ചുങ്കക്കാരൻ പ്രമാണിയും ധനവാൻ. He was a rich man and he was holding a great position in the society. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, അവൻ വളർച്ചയിൽ short in nature. മൂന്നാമത് പറയുന്നു, because of crowd, നിമിത്തം എനിക്ക് യേശുവിനെ കാണാൻ കഴിയില്ല. Praise the Lord. പറയുന്നു, യേശു അവനോട് ചെന്നപ്പോൾ അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞു. Zacchaeus is a sinner. Hallelujah. അതിന്റെ 8ാം വാക്യം ഇങ്ങനെ പറയുന്നു, സക്കായിയോ നിന്റെ കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചെറിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ്. Why I point out all these things? Zacchaeus and take a decision not to go to Christ, telling all these excuses. My position in the society, because of the crowd, I am short in nature, I am a sinner, I am a cheater. He have so many excuses to say no to go to Christ.
നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? എക്സ്ക്യൂസസ്. We are saying many excuses. Hallelujah. നമുക്കറിയാലോ, when we were a child, we say many excuses to our parents. At that time, as a child, we are thinking what excuses we are saying. Our parents are not able to understand that. നമ്മൾ പറയുന്ന പൊട്ടത്തിലൊന്നും നമ്മുടെ പാലകർക്ക് മനസ്സിലാകുന്നാലും നമ്മളെ എന്ത് വിചാരം. 4 മണിക്ക് സ്കൂൾ വിട്ടു, കളിച്ചിട്ട് വന്നു, എവിടെ പോയി? സ്പെഷ്യൽ ക്ലാസ്. നോക്കുമ്പോ പാലിന് ഷർട്ടിന് മുഴുവൻ ചെളി. Praise God. We are saying excuses. Especially on Fridays. Since then, we don't have any excuse. You are sick, you have cold, you make late for doing the job. You don't have any excuses. When Friday comes, we have excuses. Going for gospel, we have excuses. Praying to God, we have excuses. That he told to Zacchaeus, today his family is saved. Because he overcome all the excuses. Blessed. Say goodbye to your excuses. In the ഒഴിവഴി ഉണ്ടല്ലോ, നീ നിർത്ത. Stop it. Hallelujah. God is keeping silent. Today or tomorrow, you will change. You think that you will change your attitude. Praise God. Hallelujah. We are trying to find a small excuse not to come to church. തുണി തേച്ചില്ല, അയ്യോ രാവിലെ എത്തുമ്പോഴത്തേക്കും പുറത്തൊരു വേദന, അയ്യോ കഴുത്തിനൊരു വേദന. We are trying. But since they comes, there was no fever, nothing. We are fully powerful. Hallelujah. We hold excuses in our life. Hallelujah. ഒരിക്കൽ രാജാവ് വിരുന്നിനെ വിളിച്ചു, അവർ ദാസന്മാരെ അയച്ചു. He sent his servants. ഒരാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, ഒരാൾ പറഞ്ഞു ഞാൻ വസ്തു വാങ്ങി, ഒരാൾ പറഞ്ഞു ഞാൻ കാളയെ വാങ്ങി. ആ വാക്യം Luke 14 അതിന്റെ 21 ഒന്ന് വായിച്ചേ. Luke 14 ഒരു 6 വാക്യം പറഞ്ഞു. അല്ല, അതിന്റെ 16 വായിച്ചേ, 18 ഒന്ന് വായിച്ചേ. എല്ലാവരും ഒരുപോലെ നീങ്ങൂ. In English 18. But they all alike began to make excuses. All began to make excuses. The first said to him, Selected people, they started creating excuses. Excuses lead to rejection. ഒഴിവ് വളരെ രാജാവ് റിജക്ട് ചെയ്തു. സ്തോത്രം. എന്തെല്ലാം പറയാനുണ്ട് നമുക്ക്? How many excuses? Nothing is valid in front of God. Dear brothers and sisters, stop your excuses. Give the maximum. And keep first to priority as your spiritual life in your life. Keep the first priority is my spiritual life. Our priorities ഒക്കെ മാറ്റി വെച്ചേ. Our priority to have to become a higher position in our workplace. I want to buy different houses. I want to build so many houses. I want to buy many plots. I want to have so many vehicles. We have so many priorities. I want to grow my children to be like this. Everything God will provide once you keep the first priority and give the maximum. Stop your excuses. How his family is saved? He was a sinner. Really, he was a sinner. He was shocked. He has cheated many people. There was no chance for a salvation for his family. But when he overcome the excuse, he and his family was blessed. Hallelujah. നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. Blessing is ready. Abraham is blessed. Christ is ready to bless you and keeping the blessing in front of you. Change your attitude. Attitude of keeping first priority as Christ, providing maximum to Christ, avoiding excuses in your personal relationship with Christ. You will be blessed. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കും.